വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 75929444009645197440 അലങ്കാന സമീപം CV റോഡ് പൊന്നാനി. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമുക്ക് 16 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണുള്ളത്. മലപ്പുറം ജില്ലയിൽ 3 പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന മണ്ഡലങ്ങളുണ്ട്. മലപ്പുറം, പൊന്നാനി, വയനാട്. വയനാട്ടിൽ വരുന്ന 3 മണ്ഡലങ്ങളും നമ്മുടെ ജില്ലയിലുണ്ട്. അപ്പം നമ്മുടെ ജില്ലയിലെ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഉള്ള എൻട്രി എന്ന് പറയുന്നത് 33,23,289 വോട്ടർമാരാണ് നമ്മുടെ വോട്ടർ പട്ടികയിലുള്ളത്. നമ്പർ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും. കാരണം ഇന്നലെ വരെ അപ്ലൈ ചെയ്തവരുടെ പേര് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഒരു 10,000-40,000 പേരും കൂടി ചേർക്കാൻ പരിശോധിച്ചിട്ട് അപ്പം നമ്പർ കൂടി വരും. അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകളും സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. തീയതി നിശ്ചയിച്ച ഡേറ്റ് മുതൽ 16-ാം തീയതി മുതൽ തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. അന്നു മുതൽ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡുകൾ, ഡീഫേസ്മെൻറ്റ് സ്ക്വാഡ്, അക്കൗണ്ടിംഗ് ടീം ഇതെല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാളെയാണ് നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം. 28-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്. നാളെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, AROമാരുടെ ഓഫീസുകളിലെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി തന്നെ MCC ആക്ടിവിറ്റീസും പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കുന്നതിനുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കും. നാളെ മുതൽ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ ഉണ്ടാവും. ഇതുവരെ ഫ്ലൈയിങ് സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. ഫ്ലൈയിങ് സ്ക്വാഡ് പ്രധാനമായിട്ടും പരിശോധന നടത്തുന്നത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികളുണ്ടോ, ക്യാഷ് കൊണ്ടുപോകുന്നുണ്ടോ, ലിക്കർ കൊണ്ടുപോകുന്നുണ്ടോ, ഡ്രഗ്സ് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ വയലേഷൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് MCC വന്നപ്പോൾ തന്നെ നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ മീറ്റിംഗ് വിളിച്ച് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററും ബാനറുകളും പ്രദർശിപ്പിക്കരുത്. അപ്പോൾ അതിനുശേഷം നമ്മൾ CVGIL ആപ്പ് വഴിയും വളരെയധികം പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 492 പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഈ CVGIL വഴി ലഭിക്കുന്ന പരാതികൾ, CVGIL വഴി ഏതൊരാൾക്കും ഒരു ചെറിയ CVGIL ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് കാണുന്ന വയലേഷൻസ് ആ ലൊക്കേഷൻ വെച്ച് പരാതിയായിട്ട് അയക്കാം. ആ പരാതി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പരമാവധി 100 മിനിറ്റിനകം ആ പരാതി പരിഹരിക്കും. നമ്മൾ ഒട്ടുമിക്ക 99% പരാതികളും 100 മിനിറ്റിനകം തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നോക്കുമ്പോഴും പരിഹരിക്കാൻ വേണ്ടി ഒറ്റ പരാതി മാത്രമേ ഇതുവരെ ലഭിച്ചതിനകത്ത് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം പരിഹരിച്ചു ലഭിച്ച പരാതി. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ നോക്കുമ്പോൾ കൂടുതലും ഈ പൊതുസ്ഥലത്ത് പോസ്റ്ററും ബാനറുകളും ഒട്ടിച്ചതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ആ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് സർവൈലൻസ് ടീം നിലവിൽ വരുന്നതോടുകൂടി തന്നെ അത് പല പോയിന്റുകളിലും ചെക്ക് പോസ്റ്റ് പോലെ സ്ഥാപിച്ചിട്ടായിരിക്കും പരിശോധന നടത്തുന്നത്. അത് നാളെ മുതലാണ് ഇത് നിലവിൽ വരുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും 16 മണ്ഡലങ്ങളിലും ഉണ്ടാവും. അതെല്ലാം 24 മണിക്കൂർ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. 8 മണിക്കൂറുള്ള 3 ടീം രാത്രിയും പകലും എല്ലാ സമയത്തും ഉണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവരെ തടഞ്ഞു നിർത്തി പരിശോധിക്കേണ്ടി വരും. അതുമായിട്ട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം പരിശോധന നടത്തുമ്പോഴും വളരെ കോടിയിലായിട്ടും മാന്യമായിട്ട് മാത്രം ആണ് പരിശോധന നടത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും പരിശോധനയായിട്ട് എല്ലാവരും സഹകരിക്കണം. അത് നിയമപരമായ ബാധ്യതയാണ്. ഇതോടൊപ്പം നമ്മൾ അടുത്തുള്ള ജില്ലയായ നീലഗിരി ജില്ലയിൽ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർസ്റ്റേറ്റ് മീറ്റിംഗ് നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് മറ്റ് ജില്ലകളുമായിട്ട് നെയ്ബറിംഗ് ജില്ലകളുമായിട്ട് നമ്മൾ നിയർ ബൈ ജില്ലയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്റ്റിലാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അലേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും വരുന്ന
പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് സെൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് അത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതനുസരിച്ച് ഓരോ പരസ്യങ്ങളും സർട്ടിഫിക്കേഷൻ വാങ്ങിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും ഇതിലെ കണ്ടൻറ്റ് പരിശോധിക്കുന്നുണ്ട്. പത്രമാധ്യമങ്ങൾ, TV ചാനലുകൾ, അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നാളെ മുതലാണ് സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ സമർപ്പിക്കാനുള്ള ദിവസം. അപ്പോൾ നാളെ നോമിനേഷൻ സമർപ്പിക്കാം. നാളെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരമുള്ള അവധിയല്ല, അതുകൊണ്ട് നാളെ സമർപ്പിക്കാം. പക്ഷേ 29-ാം തീയതി നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്നത് ഈ അവധിയല്ലാത്ത ദിവസങ്ങളിൽ 11 മണിക്ക് 3 മണിക്കുള്ള സമയത്ത്, 11 മണിക്ക് ഒരു കാരണവശാലും 3 മണിക്ക് ശേഷം നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്നത് അവസാന ദിവസം മാത്രം 3 മണിക്ക് നോമിനേഷനായിട്ട് എത്തുന്നവരുടെ നോമിനേഷൻ സ്വീകരിക്കും, അല്ല അതിനുശേഷം വെയിറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്ന തീയതി എന്ന് വെച്ചാൽ നാളെ 28, പിന്നെ 30-ാം തീയതി സമർപ്പിക്കാം. 1-ാം തീയതി ഹോളിഡേ ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം. 2, 3, 4 കലണ്ടറിൽ ഹോളിഡേ അല്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം ഹോളിഡേ ആണ്. 2, 3, 4 തീയതികളിൽ ആണ് നോമിനേഷൻ സമർപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ നോമിനേഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടി കളക്ടർ ഞാൻ തന്നെയാണ് മലപ്പുറം മണ്ഡലത്തിലെ ഒരു ഡെസിഗ്നേറ്റഡ് AR ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡെസിഗ്നേറ്റഡ് AR ഡെപ്യൂട്ടി കളക്ടർ LR ആണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസും ഈ ക്യാമ്പസിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോമിനേഷൻ റിട്ടേണിംഗ് ഓഫീസറോ ഡെസിഗ്നേറ്റഡ് ARO നമുക്ക് 16 AROമാരുണ്ടെങ്കിലും ഹെഡ്ക്വാർട്ടറിലുള്ള 2 പേരെയാണ് ഡെസിഗ്നേറ്റഡ് AROമാരായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം വരെ കളക്ടർ തന്നെയായിരുന്നു 2 മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർ. ഇപ്രാവശ്യമുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റൊരു റിട്ടേണിംഗ് ഓഫീസറുണ്ട്. ADM ആണ് പൊന്നാനിയുടെ റിട്ടേണിംഗ് ഓഫീസർ. അതിൻ്റെ ഡെസിഗ്നേറ്റഡ് റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ രജിസ്ട്രാറാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസും ഈ സിവിൽ സ്റ്റേഷനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോമിനേഷൻ ROയ്ക്കോ AROയ്ക്കോ സമർപ്പിക്കാം ഈ സമയത്ത്. അതുപോലെ മറ്റ് മണ്ഡലങ്ങളുടെ AROമാർ നമുക്ക് 16 AROമാരുണ്ട്. 16 AROമാരിൽ ഒരു AROയാണ് ഡെസിഗ്നേറ്റഡ് ARO ആയിട്ട് നമ്മൾ ചുമതലപ്പെടുത്തുന്നത്. അവർക്കാണിത് നോമിനേഷൻ സ്വീകരിക്കാൻ അവർക്കാണ് പറ്റുന്നത്. പക്ഷേ സ്ക്രൂട്ടിനി തുടങ്ങിയത് RO തന്നെയാണ്, റിട്ടേണിംഗ് ഓഫീസർ തന്നെയാണ് സ്ക്രൂട്ടിനി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ വയനാട്ടിൽ വരുന്ന 3 മണ്ഡലങ്ങളുടെ റിട്ടേണിംഗ് ഓഫീസർ വയനാട് ജില്ലാ കളക്ടറാണ്. അപ്പോൾ നമുക്കിതുവരെ സാധാരണ പോളിംഗ് സ്റ്റേഷനുകളെന്ന് പറയുന്നത് നമുക്ക് 2775 പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മൾ ആദ്യമായിട്ട് ക്രമീകരിച്ചത്. പക്ഷേ ഓക്സിലറി ആയിട്ട് ഇതുവരെയുള്ള കണക്കനുസരിച്ച് 119 ഓക്സിലറി പോളിംഗ് സ്റ്റേഷനും കൂടെ വേണ്ടിവരും. കാരണം എന്ന് വെച്ചാൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി 1500 വോട്ടർമാരെയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ 1500 കഴിയുമ്പോൾ ഓക്സിലറി ആയിട്ടൊരു പോളിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടി വരും. അത് മിക്കവാറും അതേ ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും. അതാത് പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനിൽ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം മറ്റുള്ളവരെ എല്ലാവരും അറിയിച്ചതിന് ശേഷം മറ്റെവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കും. അപ്പോൾ ഇതുവരെ 119 ഓക്സിലറിയാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് നമ്പർ കൂടാൻ സാധ്യതയുണ്ട്. കാരണം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ചെറിയ നമ്പർ വേരിയേഷൻ ഉണ്ടാകാം. 119 എന്നുള്ളത് കൂടുതലുണ്ടാകാം. നമ്മുടെ കൗണ്ടിങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് മലപ്പുറവും മലപ്പുറം മണ്ഡലത്തിൻ്റെ കൗണ്ടിങ് ഗവൺമെൻറ് കോളേജ് മലപ്പുറത്ത് വെച്ചാണ്. അവിടെ 7 ഹാളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹാളും കൂടെ, അങ്ങനെ 8 ഹാളുകളിൽ വെച്ചായിരിക്കും കൗണ്ടിങ് നടക്കുന്നത്. പൊന്നാനി മണ്ഡലത്തിലെ കൗണ്ടിങ് നടത്തുന്നത് സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് തിരൂരിൽ വെച്ചാണ്. ഇവിടെയും ഇതുപോലെ തന്നെ 7 ഹാളുകളിലും ഒരു പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്നതിനുള്ളൊരു ഹാളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളും കൗണ്ടിങ്ങിനുള്ള ക്രമീകരണങ്ങളും വയനാടിൻ്റെ കഴിഞ്ഞ വർഷം അതിനൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഒരു നിർദ്ദേശത്തിന് വെയിറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ വെച്ചാണ് വയനാടിനെ കൗണ്ട് ചെയ്തത്. അങ്ങനെ വേണ്ടി വരികയാണെങ്കിൽ അത് കൗണ്ട് ചെയ്യാനുള്ള സജ്ജീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ 3 മണ്ഡലങ്ങളുടെ കൗണ്ടിങ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ മലപ്പുറത്ത് വെച്ചാണ്. അത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടി വയനാട് മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിൽ 3 എണ്ണം മലപ്പുറം ജില്ലയിലും 3 എണ്ണം വയനാട് ജില്ലയിലും 1 എണ്ണം കോഴിക്കോട് ജില്ലയിലുമാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ചെയ്തത്. അതിനുള്ളൊരു നിർദ്ദേശങ്ങൾ ഇനി സമയമുണ്ട്, ഞങ്ങളത് വെയിറ്റ് ചെയ്യണം. അതനുസരിച്ച് എന്ത് ക്രമീകരണം ചെയ്യും.
ഈ വയനാട്ടിൽ വെച്ചാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഈ മെഷീൻസ് പോളിംഗ് കഴിഞ്ഞിട്ട് അവിടെ സ്ട്രോങ് റൂമിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് മലപ്പുറത്ത് വെച്ചാണ് കൗണ്ടിങ് ചെയ്യണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്താണെങ്കിലും നമുക്കതിൽ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ നമുക്കിപ്രാവശ്യം 85 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം. അതുപോലെ പേഴ്സൺസ് വിത്ത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും നമ്മളതിനുള്ള വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങളുണ്ടാവും. അതിന് ഫോം 12D എസെൻഷ്യൽ സർവീസിലുള്ളവർക്കും എസെൻഷ്യൽ സർവീസായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളവർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാവും. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ 85 വയസ്സിൽ കൂടുതലുള്ള 16,418 പേരാണ്. പക്ഷേ ഇവരെല്ലാം തന്നെ പോസ്റ്റൽ വോട്ട് ചെയ്യണമെന്ന് 16,418 പേരാണ് വോട്ടർ പട്ടികയിൽ 85 വയസ്സിൽ കൂടുതലുള്ളവർ. അപ്പോൾ ഇവർക്ക് എല്ലാം തന്നെ പോസ്റ്റൽ ബാലറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവും. ഇപ്രാവശ്യം പോസ്റ്റൽ ബാലറ്റ് ബൈ പോസ്റ്റ് അയക്കുന്ന ഒരു സംവിധാനം അല്ല ഉള്ളത്. മുൻ വർഷങ്ങൾ അങ്ങനെയായിരുന്നു. സർവീസ് ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സിന് മാത്രമാണ് ETPBS എന്നുള്ള സംവിധാനത്തിലൂടെ പോസ്റ്റൽ ബാലറ്റ് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ കാറ്റഗറിയിൽ വരുന്നത് ഡിഫൻസ് സർവീസിലുള്ളവരാണ് പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നത്. 1872 വോട്ടേഴ്സാണ് അങ്ങനെയുള്ളത്. അവർക്ക് ETPBS നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയും തിരിച്ച് ബൈ പോസ്റ്റായിട്ട് ഇത്രയും പേരുടെ വരും. മറ്റുള്ളവരുടെ കേസിലൊക്കെ തന്നെ അവർക്ക് വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ വെച്ചാണ് വോട്ട് ചെയ്യേണ്ടത്. അവരുടെ അതാത് ജില്ലകളിൽ എത്തിച്ചു കൊടുക്കുകയും എന്നുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. മെഷീനുകളുടെ റാൻഡമൈസേഷൻ, ഫസ്റ്റ് ലെവൽ റാൻഡമൈസേഷൻ ഇന്ന് ചെയ്തു. അപ്പോൾ മെഷീൻ സോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടികൾ, EVM സ്ട്രോങ് റൂം, നമുക്ക് EVMൻ്റെ ഒരു വെയർ ഹൗസ് ഈ കോമ്പസിൽ തന്നെയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ വെച്ച് സോഫ്റ്റ്വെയർ ബേസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് റാൻഡമൈസേഷനിൽ ചെയ്യുന്നത് ഈ ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരിക്കുന്ന നടപടി മാത്രമാണ്. അപ്പോൾ ഏത് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളത് സെക്കൻഡ് റാൻഡമൈസേഷനിൽ മാത്രമേ നിശ്ചയിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആ പ്രോസസ്സിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും മാധ്യമപ്രവർത്തകരുടെയും മുമ്പിൽ വെച്ചാണ് ചെയ്തത്. സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്ത് അതിൻ്റെ സോഫ്റ്റ്വെയർ അനുസരിച്ച് അത് ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോൾ അത് മെഷീനുകൾ ക്രമീകരിച്ചെടുക്കുന്നതിന് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാവില്ല. അപ്പം 30-ാം തീയതിയാണ് നമ്മൾ മെഷീനുകൾ ഇവിടുന്ന് പോലീസ് സെക്യൂരിറ്റിയിലൂടെ 30-ാം തീയതി മെഷീനുകൾ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് അതാത് AROമാരുടെ ഏരിയയിൽ ഓരോ AROമാരും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഇലക്ഷൻ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ 16 AROമാരും പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരിച്ച സ്ഥലത്ത് ഒരു സ്ട്രോങ് റൂം സെറ്റപ്പ് ചെയ്ത് 30-ാം തീയതി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന മെഷീൻ ആ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ച് സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് മെഷീൻ റാൻഡമൈസ് ചെയ്ത ലിസ്റ്റ് അനുസരിച്ച് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും VVPATും പ്രത്യേകം തിരഞ്ഞെടുത്ത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും നാളെയും കൊണ്ട് പൂർത്തിയായി 30-ാം തീയതിയോടെ നമുക്ക് മെഷീനുകൾ കൊണ്ടുപോയി സ്ട്രോങ് റൂമിൽ പോലീസ് ഗാർഡോടുകൂടി 24 അവർ CCTV കവറേജിലാണ് മെഷീൻ സൂക്ഷിക്കുക. പിന്നീട് അത് സെക്കൻഡ് റാൻഡമൈസേഷനും EVM സെറ്റ് ചെയ്യുന്നതിനും വേണ്ടി വീണ്ടും എടുക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ഷന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ മിഷൻ ഏറ്റവും സുതാര്യമാണെന്നും പ്രോസസ്സ് സുതാര്യമാണെന്നും ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി മിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത്, കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്ക് മിഷനുകളിൽ 1500 വോട്ട് റാൻഡമായി സെലക്ട് ചെയ്യുന്ന മിഷനിൽ 1500, 1000, 500 വോട്ടുകൾ വീതം റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന മിഷനിൽ വോട്ട് ചെയ്ത് VVPAT എണ്ണി എല്ലാം ടാലി ചെയ്യുന്നുണ്ടോ എന്ന് തൃപ്തിപ്പെടുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീനിലെ മാനിപ്പുലേഷൻ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അതിനുശേഷം വോട്ടിംഗ് നടക്കുന്ന ദിവസം വോട്ടിങ്ങിനും 1 മണിക്കൂർ മുമ്പ് മോക്ക് പോൾ നടക്കും. മോക്ക് പോള് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധിയുടെ മുമ്പിൽ വെച്ച് ഓരോ മെഷീനിലും 50 വോട്ട് വീതം ചെയ്ത് അത് ടാലി ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് മെഷീൻ വോട്ടിങ്ങിന് വേണ്ടി സജ്ജമാക്കുന്നത്. ഇനി പോളിംഗ് പേഴ്സണൽസിൻ്റെ ഡാറ്റ എൻട്രി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനും റാൻഡമൈസേഷൻ ചെയ്ത് ആവശ്യത്തിൽ കൂടുതൽ 140%
പേരെ വെച്ചിട്ടാണ് നമ്മൾ റാൻഡമൈസേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക്, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അതിനകത്ത് തന്നെ എൻട്രി ചെയ്യാനുള്ള അവസരമുണ്ട് അതിൻ്റെ റിമാർക്സ് കോളത്തിൽ. അതിനുശേഷം ആർക്കെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് പൊതുവെ ഉദ്യോഗസ്ഥർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അതിനായിട്ട് ബന്ധപ്പെട്ട റിസ്ക് ഒഴിവാക്കുക എന്നായിരിക്കും പ്രധാനമായിട്ട് കാരണം. പലർക്കും എന്തുകൊണ്ടോ ഇലക്ഷൻ ഡ്യൂട്ടി സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ട്, കുറച്ച് ഭയപ്പാടോടെ ചെയ്യുന്നവരുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണോ എന്നുള്ള പേടിയായിരിക്കും. പക്ഷേ പലരും അങ്ങനെ ആവശ്യപ്പെടുമെങ്കിൽ എല്ലാവരെയും ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഉള്ള റിസോഴ്സസ് വെച്ച്, മാൻ പവർ വെച്ച് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യണം. അതുകൊണ്ട് അതിനുശേഷവും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ വളരെ ജെനുവിനായ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റൂ. ഒരുപക്ഷെ ഡാറ്റ എൻട്രി ചെയ്തിട്ടും പിന്നെ ഡ്യൂട്ടി വന്നിട്ടുള്ള ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് മാത്രമേ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കും ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തു കൊടുക്കുക. അതേസമയം ഇലക്ഷൻ ഡ്യൂട്ടി വളരെ സുഖകരമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവർക്കും എത്തിച്ചേരാൻ വേണ്ടി റാമ്പുകളുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. റാമ്പുകൾ ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ റാമ്പുകൾ ചെയ്തു കൊടുക്കും. അതോടൊപ്പം ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് ഫെസിലിറ്റി, വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാൻ ഷെയ്ഡഡ് ഏരിയ, അങ്ങനെയുള്ള ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അതോടൊപ്പം കൂടുതൽ പേരെ ഇലക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ സ്റ്റേറ്റ് ആവറേജിനേക്കാളും കുറവായിരുന്നു, നമ്മുടെ പോളിംഗ് പെർസെൻറ്റേജ് കുറവായിരുന്നു. അപ്പോൾ കൂടുതൽ പേരെ പോളിംഗിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഏത് പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവുള്ളതെന്ന് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.